فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക് അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. وما آتيتم من ربا ليربو في أموال الناس فلا يربو عند الله وما آتيتم من زكاة تريدون وجه الله فأولئك هم المضعفون. صدق الله العظيم. ബഹുമാനരായ സഹോദരി സഹോദരന്മാർ, വർത്തമാന ലോകവും സമൂഹവും വളരെ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമാണ് നമ്മുടെ ഈ ചർച്ച. ലോകം വളരെ ഗുരുതരമായ സാമ്പത്തിക തകർച്ചയും അതുമായി ബന്ധപ്പെട്ട ഭരണരംഗത്തും വ്യാവസായിക രംഗത്തുമുള്ള ചലനങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ ക്രിയാത്മകമല്ലാത്ത, ഭദ്രമല്ലാത്ത ഒരു സാമ്പത്തിക വ്യവസ്ഥ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ടുള്ള അനർത്ഥമായിട്ടാണ് വിശുദ്ധ ഖുർആനിൻ്റെ നിയമങ്ങളുടെയും അധ്യാപനങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള പഠനത്തിലൂടെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. സാമ്പത്തിക ക്രമം എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നിടത്ത് നിന്നാണ് നമ്മുടെ ചർച്ച ആരംഭിക്കേണ്ടത്. ഇതിന് വളരെ മൗലികമായ ചില സൂചനകൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നൽകുന്നുണ്ട്. അതിൽ പ്രധാനം മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന സമ്പത്ത് ഉൾപ്പെടെ ഈ ഭൂമിയിലുള്ള എല്ലാ വിഭവങ്ങളും അല്ലാഹുവിൻ്റേത് മാത്രമാകുന്നു എന്നതാണ്. ഈ സമ്പത്ത് ഉൾപ്പെടെയുള്ള എല്ലാ വിഭവങ്ങളുടെയും സ്ഥായിയായ അടിസ്ഥാനപരമായ ഉടമസ്ഥാവകാശവും അല്ലാഹുവിന് മാത്രമുള്ളതാകുന്നു എന്നുമാണ്. നമ്മുടെ നാവിൻതുമ്പത്ത് ഉള്ള ഒരുപാട് ഖുർആൻ വചനങ്ങൾ ആ കാര്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ലില്ലാഹി മാഫിസ് സമാവാതി വൽ അർദ്, വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്, വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്, ലില്ലാഹി മഖാലിദുസ് സമാവാതി വൽ അർദ് എന്നിങ്ങനെയാണ് ആ ആയത്തുകളിൽ പ്രധാനപ്പെട്ടത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വിഭവങ്ങളും എല്ലാ വിഭവശേഖരങ്ങളും അത് ഉൾക്കൊള്ളുന്ന ഖജനാവുകളുമൊക്കെ അല്ലാഹുവിൻ്റെതാകുന്നു. ഇങ്ങനെ പരിപൂർണമായും അല്ലാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ വിഭവങ്ങൾ, സാമ്പത്തിക സ്രോതസ്സുകൾ മനുഷ്യന് നിശ്ചയിച്ചിരിക്കുന്നതിന് പിന്നിലും കൃത്യമായ ഒരു ദൈവിക വ്യവസ്ഥയാവുന്നു ഉള്ളത് എന്നുകൂടി ഖുർആൻ അറിയിക്കുന്നത്. സൂറ അസ്-സുഖ്റുഫ് എന്ന അധ്യായത്തിൽ ഖുർആൻ അക്കാര്യം ഇങ്ങനെയാണ് കേൾപ്പിക്കുന്നത്: നഹനു ഖസംന ബൈനഹും മഈശതഹും. എന്തുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക രംഗത്ത്, വിഭവ സമാഹരണ രംഗത്ത് ഏറ്റവ്യത്യാസങ്ങളും വൈവിധ്യങ്ങളും നിലനിൽക്കുന്നു? എല്ലാവരെയും ഒരേപോലെ വിഭവങ്ങൾ നൽകിക്കൊണ്ട് സമമാക്കുവാൻ പറ്റുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരവും കൂടിയാണ് അല്ലാഹു നൽകുന്നത്. നഹ്നു ഖസംന ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ. ഈ ലോക ജീവിതത്തിൽ മനുഷ്യന് ആവശ്യമായ വിഭവങ്ങൾ നമ്മളാണ് വീതിച്ച് നിശ്ചയിച്ച് കൊടുത്തിരിക്കുന്നത്. വറഫഅനാ ബഅദഹും ഫൗക ബഅദ് ദറജാത്ത്. ആളുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെക്കാളും മറ്റൊരാൾ എന്ന രൂപത്തിൽ ഉയർത്തുകയും ഉത്കൃഷ്ടരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രൂപത്തിലുള്ള ഒരു വിഭവ വിതരണ സമാഹരണ വ്യവസ്ഥയാണ്
ആളുകൾക്കിടയിൽ സാമ്പത്തിക രംഗത്ത് അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നത്. ചില ആളുകൾക്ക് ധാരാളം ഉണ്ടായിരിക്കും, മറ്റു ചില ആളുകൾക്ക് ആവശ്യത്തിന് മാത്രമായിരിക്കും, വേറെയും ചില ആളുകൾക്ക് ഒന്നും ഉണ്ടാവുകയില്ല. ഇത് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ സൃഷ്ടിപരമായ ഒരു പ്രത്യേകതയുടെ ഭാഗമായി മനുഷ്യന്റെ ജീവിതത്തിലും അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്ന മാറ്റമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യേകതയായിട്ടാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം സ്വാഭാവികമായും ഉത്ഭവിക്കുന്നുണ്ട്. എല്ലാവർക്കും വിഭവ വിതരണം നടന്നിരിക്കുന്നത് സമാനമായ രൂപത്തിലല്ലെങ്കിൽ, വൈവിധ്യമുണ്ടെങ്കിൽ, ഒരാൾക്ക് കുറേയധികം മറ്റൊരാൾക്ക് ഒന്നുമില്ല എന്ന അവസ്ഥയിലാണെങ്കിൽ ഇത് നീതിയല്ലല്ലോ. ഒന്നുമില്ലാത്ത ദരിദ്രർ പട്ടിണി കിടന്ന് മരിച്ചു പോകുമല്ലോ. എല്ലാം ലഭിച്ചിരിക്കുന്നവർ കയ്യൂക്ക് കൊണ്ട് കാര്യസ്ഥന്മാരായി തീരുകയില്ലേ എന്നിങ്ങനെയുള്ള സംശയങ്ങൾ സ്വാഭാവികമായും ഉണ്ടാവുക പ്രകൃതിപരമാണ്. ആ സംശയങ്ങൾക്ക് കൂടി ഖുർആൻ വളരെ തൃപ്തികരമായ ഉത്തരം നൽകുന്നുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ മുഖ്യ ആധാരമായിട്ടാണ് ഏതൊരു മനുഷ്യനും ലഭിച്ചിരിക്കുന്ന സമ്പത്തിനെ ഖുർആൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമ്പത്ത്, നിലനിൽപ്പിന്റെ അടിസ്ഥാനമായ സമ്പത്ത്, കാര്യപ്രാപ്തിയില്ലാത്ത, കാര്യബോധമില്ലാത്ത രൂപത്തിൽ വിനിമയം ചെയ്യാൻ പാടില്ല എന്നത് വളരെ ഗൗരവമേറിയ ഒരു ഓർമ്മപ്പെടുത്തലാണ്. സൂറ അൻ-നിസാ എന്ന അധ്യായത്തിലെ 5-ാമത്തെ വചനം നാം ഒരുപക്ഷെ ശ്രദ്ധിച്ചിരിക്കും. വലാ തുഅ്തു സുഫഹാഅ അംവാലക്കും അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ എന്നാകുന്നു അവിടെ പറയുന്നത്. കാര്യബോധമില്ലാത്തവർക്ക്, ധനം, സമ്പത്ത്, പണം കൈകാര്യം ചെയ്യുവാനുള്ള ബുദ്ധി വിവേകം ഇല്ലാത്തവർക്ക് നിങ്ങൾ പണം കൊടുക്കുവാൻ പാടില്ല എന്നാകുന്നു പറയുന്നത്. സമ്പത്ത് കൈകാര്യം ചെയ്യുവാൻ സാമർഥ്യം വേണ്ടതുണ്ട്, യുക്തിബോധം വേണ്ടതുണ്ട്, സാന്ദർഭികമായ കാര്യബോധം വേണ്ടതുണ്ട്. കാരണം സമ്പത്ത് കൈകാര്യം ചെയ്തുകൊണ്ട് പൂർണ്ണമായും പാഴാവാൻ പാടില്ല, നഷ്ടം സംഭവിക്കാൻ പാടില്ല. അഭിവൃദ്ധിയിലേക്കായിരിക്കണം സാമ്പത്തികമായ വിനിമയങ്ങളിലൂടെ ലക്ഷ്യം വെക്കേണ്ടത്. അങ്ങനെ യുക്തിബോധവും സാമർഥ്യവുമെല്ലാം ബിസിനസ്സിൽ കാണിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുചരന്മാരെ പ്രശംസിക്കുകയും അവരുടെ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദീനാറ് കൊടുത്തുകൊണ്ട് ഉറുവ എന്ന സ്വഹാബിയെ അങ്ങാടിയിലേക്ക് പറഞ്ഞയച്ചു, ഒരു ആട് വാങ്ങാനും വേണ്ടി. അദ്ദേഹം അതുമായി പോയി. യാദൃശ്ചികമായി അന്നത്തെ അങ്ങാടിയുടെ നിലവാരമനുസരിച്ച് അദ്ദേഹത്തിന് ഒരു ദീനാറിന് 2 ആടുകളെ കിട്ടുകയും ചെയ്തു. അതുമായി വഴിക്ക് തിരിച്ചു വരുമ്പോൾ ഒരാടിന് ആവശ്യക്കാരൻ വരുന്നു. അയാൾക്ക് ഒരു ദീനാറിന് ഒരാട് ഉറുവ വിൽക്കുന്നു. ഇപ്പോൾ ഉറുവയുടെ കയ്യിൽ ഒരാടും ഒരു ദീനാറുമുണ്ട്. അതുമായി നബിയെ അദ്ദേഹം സമീപിക്കുകയും ചെയ്യുന്നു. ഉണ്ടായത് അദ്ദേഹത്തിന് വിവരിച്ചു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് ഹദീസ് പറയുന്നത്. ഫദഅ ലഹു ബിൽ ബറക ഫീ റിബ്ഹിഹി. ഇതൊരു സാമർത്ഥ്യമാണ്, ഇതൊരു സാമർത്ഥ്യമാണ്, യുക്തിബോധമാണ്, കാര്യബോധമാണ്, ഒക്കെ പറയാം. നബി ആട് വാങ്ങാൻ കൊടുത്തയച്ച ഒരു ദീനാർ തിരിച്ചു കൊണ്ടുവരികയും നബിയുടെ ആവശ്യത്തിന് ആട് കിട്ടുകയും ചെയ്തു. എന്നിട്ട് ഈ ചരിത്ര സംഭവത്തിന്റെ അവസാനത്തിൽ പറയുന്നത്, ഈ യുക്തിബോധവും സാമർത്ഥ്യവും നിലനിർത്തിക്കൊണ്ട് സാമ്പത്തിക വിനിമയത്തിൽ മുന്നോട്ട് പോയ ഉറുവ എന്ന ഈ സ്വഹാബിക്ക് പിന്നീട് തൊടുന്നതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന സാമർത്ഥ്യമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വക്കാന ലൗ ഇഷ്തറ തുറാബ് ലറബിഹ ബിഹി. മണ്ണ് വാങ്ങിയാലും ലാഭം കൊയ്യുന്നിടത്തേക്ക് ഉറുവയുടെ ഈ സാമർത്ഥ്യ മനസ്സും കാര്യപ്രാപ്തിയും എത്തി നിന്നു എന്നാണ് ഹദീസ് സമാപിക്കുന്നത്. നാം പറഞ്ഞു വരുന്നത്, സമ്പത്ത് വളരെ ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ടതുകൊണ്ട് അനാവശ്യമായ രൂപത്തിൽ, ദുർവിനിയോഗത്തിന് ഇടവരുന്ന രൂപത്തിൽ അത് ചിലവഴിക്കപ്പെടുവാനോ അല്ലെങ്കിൽ അങ്ങനെയെല്ലാം ചിലവഴിക്കുന്ന ആളുകളിലേക്ക് സമ്പത്ത് വിട്ടുകൊടുക്കുവാനോ പാടില്ല എന്നതാകുന്നു ഈ ഖുർആന്റെ താക്കീതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായും ഏത് സമൂഹത്തിലും അത്തരത്തിലുള്ള ആളുകളുണ്ടാകും. ചില ആളുകൾക്ക് 100 രൂപ കയ്യിൽ കിട്ടിയാൽ വൈകുന്നേരം ആവുമ്പോഴേക്കും അത് എങ്ങനെയെങ്കിലും അധ്വാനിച്ച് 100 110 ശ്രമിക്കും. വേറെ ചില ആളുകൾക്ക് 100 കയ്യിൽ കിട്ടിയാൽ വൈകുന്നേരം ആവുമ്പോഴേക്കും അതെല്ലാം അടിച്ച് നിരപ്പാക്കിയിട്ടുണ്ടാകും.
എല്ലാ കാലത്തുമുള്ള ജനങ്ങളുടെ മാനസികമായ പ്രകൃതം സാമ്പത്തിക രംഗത്ത് ഇതുതന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും മറ്റൊരു ചോദ്യം കൂടെ ഉത്ഭവിക്കുന്നുണ്ട്. കാര്യപ്രാപ്തി ഇല്ലാത്ത ആളുകൾക്ക് സമ്പത്ത് കൊടുക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ കഷ്ടപ്പെട്ട് പട്ടിണിയായി പ്രയാസപ്പെടേണ്ടി വരുമെന്നല്ലേ? അത് സാമൂഹ്യനീതിയാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഖുർആൻ പറയുന്നത് സാമ്പത്തിക രംഗത്ത് സാമൂഹിക നീതിയും സാമ്പത്തിക അഭിവൃദ്ധിയും ഒരേ സമയം ഉണ്ടാവണമെന്നാണ്. സമ്പത്തിന് എങ്ങനെയെങ്കിലും അഭിവൃദ്ധി ഉണ്ടായാൽ പോരാ. എന്റെ കയ്യിലുള്ള 1000 രൂപ ഏതെങ്കിലും രൂപത്തിൽ 1500 ആക്കാനുള്ള ശ്രമമല്ല വേണ്ടത്. അഭിവൃദ്ധി ഉണ്ടാവുന്നതിനോടൊപ്പം സമൂഹത്തിൽ ഈ പണം സഞ്ചരിക്കുന്ന മേഖലയിലുള്ള എല്ലാവർക്കും സാമൂഹിക നീതി ലഭിക്കുകയും വേണം. ഇങ്ങനെ സാമ്പത്തിക ഭദ്രതയും സാമൂഹിക നീതിയും ലഭിക്കുന്ന ഒരു ചേരുവയാണ് അല്ലെങ്കിൽ വ്യവസ്ഥയാണ് സാമ്പത്തിക ക്രമത്തിന്റെ മുഖമുദ്രയായിട്ട് അള്ളാഹു ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സാമർത്ഥ്യമില്ലാത്ത കാര്യപ്രാപ്തിയില്ലാത്ത ആളുകൾക്ക് പണം ലഭ്യമാവരുത് എന്ന് വരുമ്പോൾ അവർക്ക് പ്രയാസങ്ങളില്ലാതിരിക്കാൻ വേണ്ടി അവരുടെ ജീവിതത്തിന്റെ പ്രാഥമികമായ കാര്യങ്ങളെ പരിഗണിക്കുവാൻ വേണ്ടി ഖുർആൻ തുടർന്നുകൊണ്ട് പറയുന്നുണ്ട്, ഫർസുഖൂഹും ഫീഹ. ഇങ്ങനെ കാര്യപ്രാപ്തി ഇല്ലാത്തവർക്ക് പണമില്ലാതെ വിഷമിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം, വക്സൂഹും വസ്ത്രവും കൊടുക്കണം, വഖൂലൂലഹും ഖൗലൻ മഅറൂഫ മാന്യമായ വാക്ക് സംസാരിക്കുകയും വേണം. ഇത് മൂന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ്. ഭക്ഷണം, വസ്ത്രം, സമൂഹത്തിൽ ലഭിക്കേണ്ട പരിഗണന, ഇത് മൂന്നും ഒരു മനുഷ്യന് ലഭിച്ചാൽ ഇനി അയാൾക്ക് കാര്യപ്രാപ്തിയും സാമർഥ്യവും അല്പം കുറവാണെങ്കിലും തൻ്റെ കയ്യിൽ പണമില്ല എന്ന പേരിൽ അയാൾ പീഡിപ്പിക്കപ്പെടുകയില്ല, പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല. അതോടൊപ്പം പണമുള്ളവർ സാമർഥ്യബോധമനുസരിച്ചുകൊണ്ട് യുക്തിചിന്തയോടുകൂടി അത് വികസിപ്പിക്കുകയും ലാഭകരമാക്കുകയും ബിസിനസ് നടത്തുകയും ചെയ്താൽ അവർക്ക് സാമ്പത്തികമായ ഭദ്രതയും ഉണ്ടാകും. ഇങ്ങനെ സാമ്പത്തിക രംഗത്ത് പണമുള്ളവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയും അതില്ലാത്തവർക്ക് ജീവിതത്തിന്റെ പ്രാഥമികമായ ആവശ്യങ്ങൾ നിർബന്ധമായും നടന്നിരിക്കണം എന്നുള്ള സാമൂഹികമായ നീതിയുമാണ് ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ, ഇനി അന്താരാഷ്ട്ര തലത്തിലാണെങ്കിൽ അങ്ങനെ എല്ലാ രംഗത്തും സമ്പത്തിന് ഭദ്രത ഉറപ്പുവരുത്തുന്നത്. ഇനി ഈ വിഷയത്തിൽ ഖുർആൻ പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി നാം സാമ്പത്തിക ക്രമത്തിന്റെ ഭദ്രതയുടെ ഭാഗങ്ങളായിട്ട് ശ്രദ്ധിക്കുക. ഖുർആൻ പറയുന്നത് ചൂഷണ വിധേയമായിട്ട് സാമ്പത്തികമായ വിനിമയങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ സാമ്പത്തികമായ വിനിമയങ്ങളിൽ പങ്കാളികളാവുന്ന ആർക്കും താൻ ചൂഷണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ചിന്തയുണ്ടാവാൻ പാടില്ല. കാരണം അത് മനസ്സിന്റെ നൊമ്പരമാണ്, മനസ്സിന്റെ വേവലാതിയാണ്. അങ്ങനെ മനസ്സിന്റെ വേവലാതിയും വെച്ച് ചൂഷണ വിധേയനായ ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന ഒരു തടസ്സവുമില്ലാതെ പടച്ചവൻ തത്സമയം സ്വീകരിക്കുമെന്നൊക്കെയാണ് ഹദീസിലുള്ളത്. അതെന്തെങ്കിലും ആവട്ടെ, ഖുർആൻ പറയുന്നത് ചൂഷണ വിധേയമായ രൂപത്തിലുള്ള സാമ്പത്തികമായ ഇടപാടുകൾ സാമ്പത്തിക ഭദ്രതയെ തകർക്കും എന്ന മുന്നറിയിപ്പാണ്. സൂറ അൻ-നിസ എന്ന അധ്യായത്തിൽ തന്നെ ഇക്കാര്യം പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. അന്യായമായ രൂപത്തിൽ ചൂഷണ വിധേയമായിട്ട് നിങ്ങൾക്കിടയിൽ സമ്പത്ത് കൈകാര്യം ചെയ്യുവാൻ പാടില്ല, സമ്പത്ത് ഉപയോഗിക്കുവാൻ പാടില്ല. ഇല്ല അൻ തകൂന തിജാറത്തൻ അൻ തറാദിൻ മിൻകും. നിങ്ങൾക്കിടയിൽ പരസ്പര ധാരണയോടുകൂടി പരസ്പര സംതൃപ്തിയോടുകൂടി നടത്തുന്ന വിനിമയങ്ങൾ അല്ലാതെ. അപ്പൊ ഏത് വിനിമയങ്ങളിലും വാങ്ങുന്ന ആൾക്കും കൊടുക്കുന്ന ആൾക്കും ആ വിനിമയങ്ങളിൽ പങ്കാളികളാവുന്ന ആളുകൾ മനസ്സംതൃപ്തി ഉണ്ടാവേണ്ടത്. ഒരാൾക്കുണ്ടായാൽ പോരാ. തറാവി എന്ന വാക്കിന്റെ അറബി ഭാഷാപരമായ പ്രത്യേകത തന്നെയും അങ്ങനെയാണ്. മ്യൂച്വൽ എന്ന രൂപത്തിൽ പരസ്പരം ഉണ്ടാവുന്ന സംതൃപ്തിക്കാണ് ഈ തറാവി എന്ന വാക്ക് തന്നെയും ഉപയോഗിക്കുന്നത്. അപ്പോൾ വിനിമയത്തിലും ബിസിനസ്സിലും ഏർപ്പെടുന്ന എല്ലാവരുടെയും സംതൃപ്തി മുഖ്യ ഘടകമായി സ്വീകരിച്ചിരിക്കണമെന്ന് വരുമ്പോൾ അവിടെ ഉറപ്പുവരുത്തുന്നത് ചൂഷണമുക്തമായ സന്ദർഭങ്ങളാണ്. ആർക്കും ചൂഷണം സംഭവിക്കേണ്ടി വരുന്നില്ല. എനിക്ക് അറിവില്ലായ്മ കൊണ്ട് ചൂഷണത്തിന് വിധേയമാവുകയില്ല. മറ്റൊരാളുടെ അതിസാമർത്ഥ്യം കൊണ്ട് അയാൾ വേറൊരാളെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയുണ്ടാവുകയില്ല.
ഇങ്ങനെ ചൂഷണരഹിതമായ ഒരു സാമ്പത്തിക വിനിമയ ക്രമമാണ് വിഭവങ്ങളിൽ, വിഭവശേഖരണങ്ങളിൽ മനുഷ്യൻ സ്വീകരിക്കേണ്ടത് എന്നാകുന്നു ഖുർആൻ പറയുന്നത്. ഒരു കച്ചവടക്കാരൻ അരിക്ക് ക്ഷാമം വന്നപ്പോൾ ഒരു കിലോ അരിക്ക് 50 രൂപക്ക് വിറ്റു എന്ന് സങ്കല്പിക്കുക. നമുക്കറിയാം ഒരു കിലോ അരിക്ക് 16 രൂപയോ 20 രൂപയോ ഉള്ളൂ എന്ന്. എന്നിരുന്നാലും നമ്മൾ പോയിട്ട് വാങ്ങും. കുട്ടികളുടെ പശി അടക്കാൻ, വിശപ്പടക്കാൻ 50 50 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അരി വാങ്ങുന്നു. ഇവിടെ തറാവി ഇല്ല, റിളയാണ് ഉള്ളത്. കച്ചവടക്കാരന് സംതൃപ്തിയുണ്ട്, വാങ്ങുന്ന ഉപഭോക്താവിന് താൻ ചൂഷണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞിട്ടും നിർബന്ധാവസ്ഥയിൽ അത് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സംതൃപ്തിയല്ല സാമ്പത്തികമായ വിനിമയത്തിൽ വേണ്ടത് എന്നതാകുന്നു ഈ സൂക്തത്തിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ കാര്യത്തിൽ വളരെ കൃത്യമായ ചില മാർഗരേഖകൾ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നഹ അൻ ബൈഇൽ മുഖ്തരി വ ബൈഇൽ ഗറരി. നിർബന്ധിത സാഹചര്യത്തിൽ പെട്ടുകൊണ്ട് ഒരാൾ നടത്തുന്ന വിനിമയവും അതുപോലെ തന്നെ കബളിപ്പിക്കലിന് വിധേയമായിട്ട് ഒരാൾ നടത്തുന്ന വിനിമയവും ഇടപാടുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് എന്നാകുന്നു അർത്ഥം. സ്വാഭാവികമായും ചൂഷണം സംഭവിക്കുന്നത് അവിടെയൊക്കെയാണ്. മാർക്കറ്റിൽ എൻ്റെ ഉൽപ്പന്നത്തിന് എത്ര വില കിട്ടും എന്ന് അറിയാത്ത സന്ദർഭത്തിൽ ഒരാൾക്ക് വേണമെങ്കിൽ വളരെ ചുളു വില വന്നുകൊണ്ട് നമ്മുടെ ഉൽപ്പന്നം കൈക്കലാക്കാൻ പറ്റും. അതുപോലെ തന്നെ സാമ്പത്തികമായി വളരെ തിടുക്കം സംഭവിക്കുമ്പോൾ, തിടുക്കം വന്നുവിടുമ്പോൾ അതിൽ നിന്നും മോചനം ലഭിക്കാൻ വേണ്ടി തൻ്റെ വസ്തുവകകൾ കിട്ടുന്ന വിലക്ക് കൊടുക്കുന്ന സന്ദർഭങ്ങളും സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒരു വ്യക്തിക്ക് ഉണ്ടായെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് തൻ്റെ സാമർത്ഥ്യം കൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ പാടില്ല എന്നാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിർബന്ധത്തിന്റെ നിഴലിലും മറവിലും അതുപോലെ കബളിപ്പിക്കുന്ന രൂപത്തിലും ഒരാളുടെ സമ്പത്ത്, ഒരാളുടെ വിഭവങ്ങൾ മറ്റൊരാൾക്ക് കൈകാര്യം ചെയ്യുവാനും ചൂഷണം ചെയ്യുവാനും മതം അനുവദിക്കുന്നില്ല. ഇതുകൂടി സാമ്പത്തികമായ ഭദ്രതയ്ക്ക് മതം ഏർപ്പെടുത്തിയിരിക്കുന്ന കർക്കശമായ നിയമമായിട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞാൽ ഖുർആൻ അടുത്തതായി കാലെടുത്ത് വെക്കുന്നത് സാമ്പത്തിക ഭദ്രതയ്ക്ക് ആവശ്യമായ സമ്പത്തിന്റെ നിരന്തരമായ ചലനമാണ്. സമ്പത്ത് കുന്നുകൂടുവാനും ഒരിടത്ത് അടങ്ങിയിരിക്കുവാനും കെട്ടിപ്പൂട്ടി വെക്കുന്ന അവസ്ഥ ഉണ്ടാവാനും പാടില്ല. സമ്പത്ത് ചലിച്ചുകൊണ്ടിരിക്കണം. ആളുകളുടെ കൈകളിൽ നിന്ന് മറ്റു കൈകളിലേക്ക് ആളുകളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുവാൻ സമ്പത്ത് ആ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. ഇങ്ങനെ പ്രവർത്തിക്കുവാനുള്ള വളരെ കൃത്യമായ ദൈവിക സംവിധാനമാണ് ഉദാരത എന്ന വാക്കിലൂടെ. അതിന് വേണമെങ്കിൽ സക്കാത്ത് എന്ന് പേര് കൊടുക്കാം, സ്വതക്ക എന്ന് പേര് കൊടുക്കാം. ഇനി ചിലപ്പോഴെല്ലാം ഖുർആൻ ഖറളുൻ ഹസൻ, അള്ളാഹുവിന് വേണ്ടി വായ്പ കൊടുക്കുക അല്ലെങ്കിൽ കടം കൊടുക്കുക എന്ന രൂപത്തിലും പ്രതിപാദിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ഉദാരതയാണെങ്കിലും എന്താണ് സദക്കയാണെങ്കിലും സക്കാത്താണെങ്കിലും അതിന്റെ സാങ്കേതികമായ പരിമിതികൾക്കപ്പുറത്ത് അത് നൽകുന്ന മനുഷ്യന്റെ മനസ്സിൽ ഉദാരമായ സാമ്പത്തിക ചിന്ത ഉണ്ടാക്കിയെടുക്കുക എന്നതാകുന്നു മതം കാണുന്നത്. സക്കാത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് പരിമിതികളുണ്ട്. എല്ലാവരും കൊടുക്കണമെന്നില്ല. കൊടുക്കുന്നവൻ തന്നെയും 2.5% കൊടുത്താൽ മതിയാകും. ഇനി സദക്ക എന്ന രംഗത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി വിശാലമായ ഉദാരതയാണ്. അത് ആർക്കും കൊടുക്കാം. ഒന്നുമില്ലാത്ത ആൾക്കും തൻ്റെ കയ്യിലുള്ള സദക്ക കൊടുക്കാം. നബിയോട് ഏറ്റവും പുണ്യം ലഭിക്കുന്ന സദക്ക ഏതാവുന്നു എന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജുഹുദുൽ മുഖില്ല് എന്നാണ്. ഒരു കുചേലനായ വളരെ ദരിദ്രനായ ഒരാൾ നടത്തുന്ന പ്രയാസപ്പെട്ട് നൽകുന്ന സ്വതക്കയാണ് ഏറ്റവും പുണ്യം നിൽക്കുന്ന സ്വതക്ക എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ അർത്ഥം ഒന്നും കയ്യിലില്ലാത്ത ആൾക്കും സ്വതക്ക കൊടുക്കുവാനുള്ള പ്രോത്സാഹനം നബി നൽകിയപ്പോൾ പണമില്ല എന്നുള്ളത് കൊണ്ട് മാത്രം സാമ്പത്തികമായ ഔദാര്യശീലം ഇല്ലാതാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ പണം ഒഴുകുവാനുള്ള സന്ദർഭങ്ങൾ,
സക്കാത്തിലൂടെ, സദക്കയിലൂടെ, ഖർള് ഹസന് എന്നീ വാക്കിലൂടെ പണം മറ്റുള്ളവരിലേക്ക് ഒഴുകി നടക്കുവാനും എല്ലാവരുടെയും ആവശ്യങ്ങൾ പരിഹരിക്കുവാൻ സമൂഹത്തിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിഭവങ്ങൾ എമ്പാടും മതിയായിരിക്കും എന്നുമാണ് ഖുർആൻ അറിയിക്കുന്നത്. എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ ചൂഷണത്തിന്റെ രംഗത്ത് ഏറ്റവും വലിയ വില്ലനായിട്ട് ഇന്ന് നിൽക്കുന്നത് നാം മനസ്സിലാക്കുന്നത് പോലെ പലിശ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കിലെടുത്ത് പറഞ്ഞ നിർബന്ധ സാഹചര്യം, അതുപോലെ കബളിപ്പിക്കൽ, ഖറർ, വഞ്ചന, ഇവയെല്ലാം അതിന്റെ പൂർണ്ണമായ ഭീകരമായ രൂപത്തിൽ മൂർത്തമായി നിൽക്കുന്ന രംഗമാണ് പലിശ. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് പലിശയെയും സകാത്ത് ഉദാര വ്യവസ്ഥയെയും ഒരു താരതമ്യത്തിന് കൂടി ഖുർആൻ വിധേയമാക്കുന്നുണ്ട്. സൂറ അർ-റൂം എന്ന അധ്യായത്തിൽ ഈ കാര്യം പ്രതിപാദിക്കുന്നുമുണ്ട്. വമാ ആതൈതും മിൻ റിബൻ ലിയർബുവ ഫീ അംവാലിന്നാസ്, ജനങ്ങളുടെ സമ്പത്തിൽ ബാഹ്യമായ വർധനവ് ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്ന പലിശ വിനിമയങ്ങൾ ഫലാ യർബു ഇൻദല്ലാഹ്, അതിന് അള്ളാഹുവിന്റെ പക്കൽ വളർച്ചയുണ്ടാവുകയും ബാഹ്യമായ വളർച്ചയുണ്ടായിരിക്കും. 100 കൊടുക്കുന്ന ഒരാൾക്ക് വൈകുന്നേരം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് 150 തിരിച്ചു കിട്ടുമ്പോൾ സ്വാഭാവികമായ വിശകലനത്തിൽ അയാൾക്ക് വളർച്ചയും വർധനവും ലാഭവും തന്നെയാണ്. പക്ഷേ ബാഹ്യമായി മാത്രം നിൽക്കുന്ന ഈ ലാഭം അള്ളാഹു പരിഗണിക്കുകയോ അള്ളാഹുവിന്റെ പക്കൽ സ്ഥായിയായ ലാഭമായി മാറുകയോ ചെയ്യുകയില്ല എന്നാകുന്നു ഖുർആൻ നമ്മെ കേൾപ്പിക്കുന്നത്. ഈ എന്താകുന്നു അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഭദ്രതയുടെ മാനദണ്ഡം? എപ്പോഴാകുന്നു സമ്പത്ത് ലാഭകരമായി തീരുന്നത്? സമ്പത്ത് അഭിവൃദ്ധിപ്പെടുന്നതും പുരോഗമിക്കുന്നതും അത് വികസനോന്മുഖമായി തീരുന്നതും എപ്പോഴാകുന്നു എന്നുകൂടി തുറന്നു പറഞ്ഞിട്ടുണ്ട്. വമാ ആതൈതും മിൻ സക്കാത്തിൻ, ഇതിന് പകരം ചൂഷണവും നേരത്തെ പറഞ്ഞ അന്യായവുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന പലിശയ്ക്ക് പകരം നിങ്ങൾ സക്കാത്ത് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ, സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ, ആ സക്കാത്തിന് നാം നേരത്തെ പറഞ്ഞ കുറച്ചുകൂടി വിശാലമായ അർത്ഥം, സാമ്പത്തികമായ ഉദാരത എല്ലാവരും വ്യാപിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ, തുരീദൂന വജ്ഹല്ലാഹ്, സക്കാത്തിന്റെ പിന്നിൽ ഭൗതിക ലക്ഷ്യങ്ങളില്ല, സക്കാത്ത് കൊടുക്കുന്ന ആൾക്ക് ഭൗതികമായ കച്ചവടക്കണ്ണുകളില്ല, സക്കാത്ത് കൊടുക്കുന്ന ആൾക്ക് ലാഭക്കൊതിയില്ല, അയാൾക്ക് മുമ്പിൽ ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വജ്ഹുല്ലാഹ്, അള്ളാഹുവിന്റെ പ്രീതി, പടച്ചവന്റെ പൊരുത്തം ലഭിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് തന്റെ കയ്യിലുള്ളത് ഉദാരമായി കൊടുക്കുകയാണെങ്കിൽ ഫൗലായിക ഹുമുൽ മുദ്ഇഫൂൻ, അവർ ആവുന്നു ഇരട്ടി നേടുന്നവർ എന്നാ പറയുന്നത്. അപ്പോൾ മനുഷ്യന്റെ വിനിമയത്തിലും ബാഹ്യമായ കണക്കെടുപ്പിലും ലാഭം നൽകുന്ന പലിശയിൽ അള്ളാഹുവിന്റെ ബർക്കത്തില്ല എന്നും അതിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സാമ്പത്തിക ക്രമത്തിന് ഭദ്രതയില്ല എന്നും, അതേസമയം മനുഷ്യരെ സ്നേഹത്തിലും കാരുണ്യത്തിലും കണ്ണി ചേർക്കുന്ന ഉദാരശീലം അടിസ്ഥാനപ്പെടുത്തിയുള്ള സകാത്ത് സദക്ക വ്യവസ്ഥകൾ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ അത് മനുഷ്യനെ ബന്ധം ശക്തിപ്പെടുത്തും എന്നതിന് പുറമെ അവർക്കുള്ള സമ്പത്തിൽ അള്ളാഹു അഭിവൃദ്ധി നൽകുകയും ചെയ്യും. ഖുർആൻ അവസാനമായി സമാപിച്ചിരിക്കുന്ന വാക്ക് വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഫൗലായിക ഹുമുൽ മുദ്ഇഫൂൻ എന്നാണ്. അവരാകുന്നു ഇരട്ടി നേടുന്നവരെന്ന്. എത്രയാണോ കൊടുക്കുന്നതിന്റെ ഇരട്ടി മറ്റൊരു വഴിയിലൂടെ അവരുടെ പോക്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമെന്നാകുന്നു അർത്ഥം. ഖർളുൽ ഹസൻ എന്ന ഈ വാക്ക് പറഞ്ഞപ്പോഴും ഖുർആൻ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. മൻദല്ലദീ യുക്രിദുല്ലാഹ ഖർളൻ ഹസൻ, ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിന് കടം കൊടുക്കുന്നവരാരുണ്ട്? അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പേരിലേക്ക് എമ്മോ ചെയ്യുക, DD എടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഈ ഭൂമുഖത്ത് പടച്ചയച്ചിരിക്കുന്ന, സൃഷ്ടിച്ചു വിട്ടിരിക്കുന്ന ആളുകളുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി തന്റെ പണം കടമായി കൊടുക്കുക, വായ്പയായി കൊടുക്കുക എന്നുള്ള ഉദാരശീലത്തിന്റെ മറ്റൊരു മുഖമാകുന്ന ഖുർആൻ അറിയിക്കുന്നത്. അവിടെയും പറയുന്നത് യുവായ്പലവും, അവർക്ക് ഇരട്ടിയായി കിട്ടുമെന്നാണ്. കടം കൊടുത്താലും ഇരട്ടിയായി കിട്ടും, ഇനി തിരിച്ചു കിട്ടേണ്ടതില്ല എന്ന രൂപത്തിൽ തീർത്തും സൗജന്യമായി കൊടുത്താലും ഇരട്ടിയായി കിട്ടും. ഇങ്ങനെ കൊടുക്കുന്നതിന് ഇരട്ടിയായി ലഭിക്കുന്നു എന്ന ഈ ഓഫർ,
തന്റെ സമ്പത്ത് എങ്ങനെ ചെലവഴിച്ചിരുന്നാലും ഉദാരശീലം ഉള്ള കാലത്തോളം തന്റെ സമ്പത്തിന് പൂർണ്ണമായ ഭദ്രത അള്ളാഹു ഗ്യാരണ്ടി നൽകിയിരിക്കുന്നു എന്ന ഈ സമാധാനമാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന് ശാന്തി നൽകുന്നത്, അവന്റെ കയ്യിലുള്ള പണത്തിന് ഭദ്രത നൽകുകയും ചെയ്യുന്നത്. ഇത് ഒരു ഉട്ടോപ്പിയൻ സിദ്ധാന്തമല്ല. ഈ ഭൂമുഖത്ത് സങ്കല്പത്തിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല. എങ്ങനെയാകുന്നു സമ്പത്തിലൂടെ സദക്കയും ദാനധർമ്മങ്ങളും സക്കാത്തുമെല്ലാം കൊടുക്കുമ്പോൾ സാമ്പത്തികമായ അഭിവൃദ്ധിയും കെട്ടുറപ്പും ഉണ്ടാകുന്നത് എന്നത് സാമ്പത്തിക വിദഗ്ധന്മാർ തന്നെ ഉദാഹരണ സഹിതം ഉറപ്പുവരുത്തിയ പഠനങ്ങളാണ്. ആ പഠനങ്ങളുടെ ഒരു സംക്ഷിപ്തം, ഒരു നഖചിത്രം നമുക്ക് വേണമെങ്കിൽ ഇവിടെ കേൾക്കാവുന്നതാണ്. ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു 100 പേർ സക്കാത്ത് കൊടുക്കുവാൻ ബാധ്യസ്ഥരായി ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അതേ സമൂഹത്തിൽ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ഗ്രാമത്തിൽ ഒരു 100, 200, 500 പേർ സക്കാത്ത് ലഭിക്കുവാനുള്ള അർഹതക്കാരുണ്ട് എന്നും സങ്കല്പിക്കുക. എന്താണ് ഈ 2 കാറ്റഗറിയിലും വകുപ്പിലുമുള്ള ആളുകൾക്കിടയിലെ സാമ്പത്തികമായ വിനിമയത്തിന്റെ രൂപം സക്കാത്തിലൂടെ എന്നതാണ് അവർ ഉറപ്പുവരുത്തുന്നത്. സാമ്പത്തികമായി മുൻനിരയിലുള്ള ആളുകൾ അവരവരുടെ സക്കാത്ത് സ്വതക്കയായിട്ട് പണം താഴെയുള്ളവർക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും പാവപ്പെട്ട ആളുകൾ ഈ ലഭിക്കുന്ന സഹായം കൊണ്ട് അവരുടെ ജീവിതാവശ്യങ്ങൾ നിർവഹിക്കുവാൻ തയ്യാറാകുന്നു. ഇപ്പോൾ 10 രൂപ മാത്രം ഉള്ള ഒരു ദരിദ്രന് സക്കാത്തായിട്ട് ഒരു 100 രൂപ കൂടി കിട്ടുമ്പോൾ അയാൾക്ക് ജീവിതാവശ്യങ്ങൾ എളുപ്പത്തിൽ നിർവഹിക്കാൻ പറ്റുന്നു. 100ഉം 10ഉം 110 രൂപയുമായിട്ട് അയാൾ ഉടനെ അങ്ങാടിയിലേക്ക് പോകും. അയാളുടെ വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കൾ വാങ്ങിക്കും, അരിയും വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കും. അങ്ങനെയാവുമ്പോൾ അങ്ങാടി സജീവമായി, മാർക്കറ്റ് വളരെ ശക്തിപ്പെടുന്നു. മാർക്കറ്റിലുള്ള വസ്തുക്കൾക്ക് ഡിമാൻഡ്, ചോദനം ശക്തിപ്പെടുന്നു, ആവശ്യക്കാർ വരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന 500 മുതലാളിമാരും നൽകിയിരിക്കുന്ന സമ്പത്ത് സക്കാത്ത് ലഭിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ടവരും പണവുമായിട്ട് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ മാർക്കറ്റിലുള്ള വിഭവങ്ങൾക്ക് ആവശ്യമുണ്ടാകുന്നു. മാർക്കറ്റിൽ വിഭവങ്ങൾക്ക് ആവശ്യക്കാരുണ്ടാകുമ്പോൾ എന്തുണ്ടാകുന്നു? അവർ വീണ്ടും കൊണ്ടുവരേണ്ടി വരുന്നു. മൊത്ത വ്യാപാരികളിൽ പോയിട്ട് അവർ വസ്തു വാങ്ങിക്കൂട്ടുന്നു. അപ്പോൾ മൊത്ത വ്യാപാരികൾക്കും കച്ചവടം ശക്തമാകുന്നു. ഇങ്ങനെ മാർക്കറ്റ് സജീവമാകുമ്പോൾ സാമ്പത്തിക ഘടനയിലെ അടുത്ത ഘട്ടം എന്തായിരിക്കും? ഉൽപാദന രംഗം ശക്തിപ്പെടേണ്ടി വരും. അരി ധാരാളമായിട്ട് വിറ്റുപോകുമ്പോൾ അരി ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. മറ്റു കാര്യങ്ങൾ ധാരാളമായിട്ട് ആവശ്യക്കാരുണ്ടാകുമ്പോൾ വ്യാവസായികമായിട്ട് അത് ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അപ്പോൾ മാർക്കറ്റിൽ ആളുകളുടെ ആവശ്യക്കാരുടെ എണ്ണം കൂടുമ്പോൾ അതിന്റെ അടുത്ത റിസൾട്ട് ഉൽപാദന രംഗം ശക്തി പ്രാപിക്കുന്നു എന്നാണ്. ശരി, ഉൽപാദന രംഗം ശക്തി പ്രാപിക്കുമ്പോൾ അവിടെ ആർക്കാവുന്നു പണം ഇറക്കാൻ സാധിക്കുക? ഈ സക്കാത്ത് കൊടുത്തിരിക്കുന്ന 10ഓ 500ഓ മുതലാളിമാർക്കോ സക്കാത്ത് വാങ്ങിയിരിക്കുന്ന 1000, 2000 ദരിദ്രന്മാർക്കാണോ ഉൽപാദന രംഗം സജീവമാക്കാൻ വേണ്ടി പണം ഇറക്കാൻ സാധിക്കുക? ഉത്തരം വളരെ എളുപ്പമാണ്. സക്കാത്ത് കൊടുത്തിരിക്കുന്ന 2.5% മാത്രം കൊടുത്തിരിക്കുന്ന ഇനിയും മിച്ചമുള്ള മുതലാളിമാർക്ക് ഈ ഉൽപാദന രംഗം പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ പറ്റും. അവർക്ക് പണമിറക്കാം, ഉൽപ്പാദിപ്പിക്കാം, അത് വീണ്ടും മാർക്കറ്റിലെത്തിക്കാം, ആവശ്യക്കാരുണ്ടാകും, എല്ലാം സജീവമായി. ഇനി മറ്റൊരു ചോദ്യം, ഉൽപാദന രംഗം സജീവമാകുമ്പോൾ തൊഴിലവസരങ്ങൾ കൂടുന്നു. അതിന്റെ ബെനിഫിറ്റ് ആർക്കായിരിക്കും? ഈ പാവപ്പെട്ടവർക്കായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ സക്കാത്തും സ്വതക്കയും ചാക്രികമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കണ്ണികളാവുന്ന എല്ലാവർക്കും അതിന് നേട്ടമുണ്ടായിരിക്കും. മുതലാളിമാർ 2.5% മാത്രമേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും തിരിച്ചു വരുന്ന എത്രയാണ്? അതിന്റെ ഇരട്ടിയായിരിക്കും. കാരണം ഈ ഉൽപാദനത്തിൽ നിന്ന് തിരിച്ചു വരുന്ന റിട്ടേൺ ലാഭം അവർക്ക് തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥ
ഇങ്ങനെ മാർജിൻ വർദ്ധിപ്പിക്കാവുന്ന രൂപമാണ് യഥാർത്ഥത്തിൽ സദക്കയിലൂടെയും സക്കാത്തിലൂടെയും അല്ലെങ്കിൽ മനുഷ്യർ പരസ്പരം കാണിക്കേണ്ട ഉദാര മനസ്ഥിതിയിലൂടെ അള്ളാഹു ഉറപ്പുവരുത്തുന്നത്. ഈ പറഞ്ഞ സാമ്പത്തികമായ ഭദ്രതയോ ലാഭമോ പലിശയിലുണ്ടാവുകയില്ല. പലിശ ഈ പറഞ്ഞതിന് പുറമെ ഇതിന് വിരുദ്ധമായിട്ട് പലിശയിൽ അധിഷ്ഠിതമായ ഒരു വിനിമയമോ വ്യവസായമോ ആണ് ആളുകൾ നടത്തുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും അത് ലാഭത്തിൽ കലാശിക്കുകയില്ല, നഷ്ടത്തിന്റെ കണക്ക് മാത്രമായിരിക്കും അതിന്റെ ബാക്കി പത്രമായിട്ട് ഉണ്ടാവുക. നമുക്കൊരു ഉദാഹരണം പറയാം. ഇന്ന് അങ്ങാടിയിൽ ലഭിക്കുന്ന ഒരു വസ്തു, ഇന്ന് നമ്മുടെ പെട്ടിക്കടയിലും ഒക്കെ ലഭിക്കുന്ന 1 രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു വസ്തു, ഈ ഉൽപ്പന്നം ഒരു വ്യക്തി നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ബാങ്കിൽ പോയി ലക്ഷങ്ങൾ വായ്പയെടുത്ത് 20% 22% പലിശയായി കൊടുത്ത് വായ്പയെടുത്ത് ഒരു ഫാക്ടറി സ്ഥാപിച്ച് ഈ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുകയാകുമെന്ന് സങ്കല്പിക്കുക. അയാൾക്ക് തന്റെ ഉൽപ്പന്നം 4 രൂപയെങ്കിലും വിലയിട്ട് വിറ്റാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. 1 രൂപക്ക് ഇപ്പോൾ സുഖമായി കിട്ടുന്ന വസ്തു ഈ പറഞ്ഞ പോലെ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ, വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ 4 രൂപയെങ്കിലും വിലയിട്ടാൽ മാത്രമേ തനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. കമ്പനി നടത്താനും ശമ്പളം കൊടുക്കുവാനും ബാങ്കിന്റെ റീപേയ്മെന്റ് നടത്തുവാനൊക്കെ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ 1 രൂപക്ക് ലഭിക്കുന്ന സാധനം 4 രൂപക്ക് ലഭിക്കുമെന്ന് വരുമ്പോൾ സ്വാഭാവികമായും അറിയാമല്ലോ, ആ വ്യവസായം ആ കമ്പോളം അടച്ചുപൂട്ടുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള അടച്ചുപൂട്ടലിന്റെ പിന്നാമ്പുറ കണക്കുകളും ആരും പറയാത്ത രഹസ്യങ്ങളും സ്വയം അനുഭവിക്കുന്ന നൊമ്പരങ്ങളുമാണ് സാമ്പത്തിക തകർച്ചയുടെ പേരിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുവാനും മനസ്സിലാക്കുവാനും അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും പോകണമെന്നില്ല. നമ്മുടെ ഈ കോഴിക്കോട് പട്ടണത്തിൽ ഒരു വെളിപ്പാടകര നിൽക്കുന്ന 1-2 ബാങ്കുകൾ ഏതാനും കൊല്ലങ്ങൾക്ക് പൂട്ടിപ്പോയിട്ടുണ്ട്. അതാരും അറിഞ്ഞില്ല എന്ന് മാത്രം. കോഴിക്കോട് സിറ്റി ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള സ്റ്റാൻഡേർഡ് ആൻഡ് ചാർട്ടേഡ് എന്നൊരു ബാങ്ക് ഉണ്ടായിരുന്നു. പലർക്കും അനുഭവം ഉണ്ടായിരുന്നു. ഒരു ബ്രിട്ടീഷ് ബാങ്കാണ്. പക്ഷെ കൊല്ലങ്ങൾക്ക് മുമ്പ് അവർ ഇവിടെ നിന്നും പോയി, ആരോടും യാത്ര ചോദിക്കാതെ. എന്തായിരുന്നു കാരണം? കോടിക്കണക്കിന് രൂപയുടെ ആസ്തി അവർക്കുണ്ടായിരുന്നു. ബാങ്കിങ് രംഗത്ത് നല്ല പരിചയമുണ്ടായിരുന്നു, കൺസൾട്ടൻസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടും അവർക്ക് ബാങ്ക് നിർത്തേണ്ടി വന്നു. അപ്പോൾ അതിന്റെ പിന്നാമ്പുറ കഥയിൽ പറയുന്നത്, നിലവിലുള്ള ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ കേരള സാമ്പത്തിക പശ്ചാത്തലത്തിൽ ഒരു 28% പലിശക്ക് പണം വായ്പ കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അങ്ങനെയുള്ളൊരാവശ്യം കോഴിക്കോട്ടങ്ങാടിയിൽ ഇന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ അതിനേക്കാളും ചെറിയ രൂപത്തിൽ ചെലവഴിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുവാനും കമ്പോളത്തിലേക്ക് എത്തിക്കുവാനും സാധിക്കും. അങ്ങനെ പല ബാങ്കുകളും നമ്മോട് പറയാതെ നമ്മളറിയാതെ സ്ഥലം വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ. അതിന്റെ ഒരു ഭീകരമായ രൂപം അമേരിക്കയിലും മറ്റു പാശ്ചാത്യൻ സംവിധാനങ്ങളിലും സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഖുർആൻ കാണുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വാഗ്ദാനം നൽകുന്ന ഈ സാമ്പത്തിക ക്രമം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സാങ്കല്പിക ക്രമമല്ല. ഇത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർത്തും വിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ അതിന്റെ നേട്ടങ്ങൾ സമൂഹത്തിന് എല്ലാവർക്കും ഉപയോഗിക്കാം എന്നുകൂടിയാണ് നബി ഉറപ്പ് നൽകുന്നത്. ഇനി സാമ്പത്തിക ക്രമത്തിന് നബി നൽകുന്ന, ഖുർആൻ നൽകുന്ന വേറെ ചില നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് ദുർവിനിയോഗവും അമിതമായ ചിലവഴിക്കലും മാറ്റിവെക്കുക എന്നതാണ്. ഇന്ന് സാമ്പത്തിക തകർച്ച പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകരാഷ്ട്രങ്ങളിൽ പ്രധാനമായും അവരുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമായതുണ്ടാകുന്നു. പലിശയോളം തന്നെ കാരണമായിരിക്കുന്നത് അമിതമായ ദുർവിനിയോഗമാണ്. ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ വേസ്റ്റാക്കുന്നത്, കുപ്പത്തൊട്ടിയിലേക്ക് എറിയുന്നത്, പാഴാക്കി കളയുന്നത് ലോകത്ത് അമേരിക്ക മാത്രമാണ്. 24% അമേരിക്കയിൽ വിഭവങ്ങളുടെ പാഴ്ചെലവുകൾ, ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ നിൽക്കുന്നത് ഒരു മുസ്ലിം രാഷ്ട്രമാണ്, കുവൈത്താണ്. വസ്തുക്കളും പണവും എല്ലാം പാഴാക്കിക്കൊണ്ട് ജീവിക്കുന്നതിൽ പിന്നീട് നിൽക്കുന്നത് കുവൈത്താണ്. നാം പറഞ്ഞു വരുന്നത്, വിഭവങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അമൂല്യമാണ്. ഒരു സമ്പത്ത് ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ്, അടിസ്ഥാനമാണ്.
അതുകൊണ്ട് തന്നെ കാര്യപ്രാപ്തി ഇല്ലാതെ ചെലവഴിക്കാൻ പാടില്ല, ദുർവിനിയോഗം നടത്താൻ പാടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സാമ്പത്തിക ഭദ്രതയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാകുമെന്നാണ്. വലാ തുബദ്ദിർ തബ്ദീറ, ദുർവിനിയോഗം നടത്താൻ പാടില്ല. രണ്ട് തരത്തിലുള്ള വാക്കാണ് വിശുദ്ധ ഖുർആൻ അതിനു വേണ്ടി നീക്കി വെച്ചിരിക്കുന്നത്. ഒന്ന് ഇസ്റാഫ്, വേറൊന്ന് തബ്ദീർ. ഇസ്റാഫ് എന്ന് പറയുമ്പോൾ ആവശ്യമുള്ളതിനേക്കാളും അധികമായിട്ട് ചെലവഴിക്കുക. നമുക്ക് ആവശ്യമുള്ളത് തന്നെ ആയിരിക്കും, പക്ഷേ അതിന് വേണ്ടുന്നതിനേക്കാളും അമിതമായി ചെലവഴിക്കുക. തബ്ദീർ എന്ന് പറയുമ്പോൾ ആവശ്യമില്ല എന്നിട്ട് കൂടി അനാവശ്യമായി ചെലവഴിക്കുക. എങ്ങനെയായിരുന്നാലും ഇസ്രാഫും തബ്ദീറും പാടില്ല എന്നത് ഈ സാമ്പത്തിക ഭദ്രതയുടെ ഉറപ്പ് വരുത്താൻ കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ കേൾപ്പിക്കുന്നത്. നബിയും ഈ കാര്യം പറയുകയുണ്ടായി. ഇസ്രാഫ് പാടില്ല, തബ്ദീർ പാടില്ല. നേരത്തെ പറഞ്ഞ സാമ്പത്തിക രംഗത്തെ ഔദാര്യശീലം നിലനിർത്തണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഹസ്സിനു അംവാലക്കും ബിസ്സക്കാത്ത്. ഹസ്സിനു അംവാലക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തിന് ഭദ്രത നൽകാം, സാമ്പത്തികമായ ഭദ്രത നൽകാം. ബിസ്സക്കാത്ത്, സക്കാത്ത് കൊടുത്തു. സക്കാത്ത് നമ്മൾ പറഞ്ഞ ഒരു പരിമിതി ഉണ്ടായിരിക്കും, എല്ലാവരും കൊടുക്കണമെന്നില്ല. കൊടുക്കുന്നവൻ തന്നെയും 2.5 കൊടുത്താൽ മതി. എന്തായിരുന്നാലും സക്കാത്തിന് പിന്നിലുള്ള ഈ ഔദാര്യശീലം ശക്തിപ്പെടുത്തുകയാണെങ്കിൽ, അത് എല്ലാവർക്കും സമൂഹത്തിൽ കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, അതിലൂടെ മറ്റുള്ളവർക്ക് സക്കാത്ത് കൊടുക്കുവാൻ ബാധ്യസ്ഥരായവർക്ക് അവരുടെ മിച്ചമുള്ള പണം ഭദ്രമാക്കാം എന്നാകുന്നു പറയുന്നത്. ഇനി ഖുർആൻ പറയുന്ന ചില മുന്നറിയിപ്പുകൾ കൂടി നാം ശ്രദ്ധിക്കുക. ചൂഷണവും അതുപോലെ കബളിപ്പിക്കലും വഞ്ചനയുടെ എല്ലാ മുഖങ്ങളും അടങ്ങിയിരിക്കുന്ന ഈ പലിശ വ്യവസ്ഥയും മനുഷ്യനെ പരസ്പരം സ്നേഹത്തോടുകൂടി കാരുണ്യത്തോടുകൂടി നോക്കിക്കാണുവാനും അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കിടയിൽ കണ്ണിയുണ്ടാക്കുകയും ചെയ്യുന്ന സക്കാത്ത് സദക്ക വ്യവസ്ഥയും തമ്മിലുള്ള ഒരു താരതമ്യം നടത്തിക്കൊണ്ട് ഖുർആൻ വീണ്ടും പറയുന്നുണ്ട്, യബ്ഹഖുല്ലാഹു റിബ വയുർബിസ് സദക്കാത്ത്. മനുഷ്യനെ കൊന്നുകളയുന്ന, ഇഞ്ചിഞ്ചായി കൊന്നുകളയുന്ന പലിശ സംവിധാനത്തെ അള്ളാഹു തുടച്ചു മാറ്റും. വയുർബിസ് സദക്കാത്ത്, പകരം നിൽക്കുന്ന സ്വതക്ക അല്ലെങ്കിൽ സക്കാത്ത് സംവിധാനങ്ങളെ അള്ളാഹു പരിപോഷിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. പലിശക്ക് പകരമായിട്ട് ഖുർആൻ കാണുന്നത്, പലിശയുടെ ഭാഗത്ത് റീപ്ലേസ് ചെയ്യാൻ ഖുർആൻ കാണുന്നത് സക്കാത്ത് മാത്രമാണ്. പലിശയുടെ എന്തെല്ലാം ക്രൂരമുഖങ്ങളുണ്ടോ, പലിശ എന്തെല്ലാം മൃഗീയമായ രൂപത്തിൽ മനുഷ്യനെ കൊല്ലുന്നുണ്ടോ, പലിശയിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ, എങ്കിൽ സമ്പത്തിന്റെ ഭദ്രതയ്ക്ക് പടച്ചവൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ മാർഗത്തിലൂടെ തിരിഞ്ഞ് നടക്കുക എന്നത് മാത്രമാണ് ഖുർആൻ അതിനെ കാണുന്ന ഒരു പോംവഴി. അതിനപ്പുറത്തുള്ള ഒരു കാര്യവും സമ്പത്തിന് ഭദ്രത നൽകുകയില്ല. അത് താൽക്കാലികമായ വളർച്ചയായിരിക്കാം. അതിലൊരിക്കലും തന്നെ കണ്ണുനട്ട് പോവേണ്ടതില്ല, അതൊരിക്കലും തന്നെ ആകർഷിക്കേണ്ടതില്ല എന്നൊക്കെയാവുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുന്നത്. നാം അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ലോകം എത്തി നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ദുരൂഹതയിലാണ്. ആളുകളെ കൂട്ടത്തോടു കൂടി പിരിച്ചുവിടുന്നു, സാമ്പത്തികമായ ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നു. എന്താകുന്നു ഇതിന്റെ രക്ഷാമാർഗം എന്നത് ലോകം വളരെ ഉറക്കൊഴിഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ ഭരണകൂടം പോലും ഇസ്ലാമികമായ സാമ്പത്തിക വ്യവസ്ഥയെയും ആ അടിസ്ഥാനത്തിലുള്ള ബാങ്കിങ്ങിനെയും പറ്റിയുള്ള പഠനം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാടിന്റെ പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗും അങ്ങനെയുള്ള പഠനങ്ങൾക്ക് ഉത്തരവിടുകയും പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഒരു പകരം വെച്ചു കൊടുക്കുവാനുള്ള ഒരു വ്യവസ്ഥിതി എന്ന നിലക്ക് ആളുകളെ ഉദാരശീലത്തിലും കാരുണ്യത്തോടു കൂടിയും കണ്ടുകൊണ്ട് അവർക്കിടയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാനുള്ള ഒരു മാനുഷികമായ മനോഭാവം വളർത്തിയെടുക്കുവാൻ കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമികമായ സാമ്പത്തിക സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചിന്തയിലും നമ്മുടെ മനസ്സിലും പഠനങ്ങളിലും ഇടം വേണ്ടത്. നാം കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തരത്തിലൊരു ചിന്ത യഥാർത്ഥത്തിൽ നമ്മൾ ഇനിയും സജീവമാക്കേണ്ടതുണ്ട്. ഇസ്ലാമികമായ സാമ്പത്തിക വ്യവസ്ഥ, അതിന്റെ പ്ലസ് പോയിന്റുകൾ, അതിന്റെ മെറിറ്റുകൾ, അതിന്റെ നേട്ടങ്ങൾ ഇനിയും വളരെ ആഴത്തിലും വളരെ വ്യാപകമായിട്ടും നമ്മുടെ മലയാള സമൂഹത്തിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നാകുന്നു തോന്നുന്നത്. അതേസമയം മറ്റു മാധ്യമങ്ങളാവട്ടെ ഇതിനെന്ത് പരിഹാരം,
അമേരിക്കയും മറ്റു രാഷ്ട്രങ്ങളും ഇനി അധികം താമസിയാതെ നമ്മുടെ രാജ്യവുമെല്ലാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാമ്പത്തിക മാന്ദ്യത്തിനും തകർച്ചക്കും എന്ത് പരിഹാരം എന്ന് അന്വേഷിച്ചുകൊണ്ട് ശൂന്യതയിൽ അന്വേഷിച്ച് നടക്കുകയാകുന്നു. ഈ ശൂന്യതയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഈ പറഞ്ഞ സംവിധാനങ്ങളിലൂടെ, വ്യവസ്ഥകളിലൂടെ നമുക്ക് പകരം ഇന്നത് എന്ന് വെച്ചു കൊടുക്കാൻ സാധിക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഖുർആനിലൂടെ അറിയിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പ്രാവർത്തികമാക്കുവാനും അതുവഴി ഒരു ഉത്തമ സമൂഹം എന്ന രൂപത്തിൽ ജീവിക്കുവാനും ആ മാതൃക മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും.